എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ബന്ധത്തിൽ വളരെ വലിയ ഒരു തകർച്ച സംഭവിച്ചതിന് ശേഷവും വീണ്ടും അതേ വിധത്തിൽ സമാന സ്വഭാവമുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്? നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം കാരണം, പങ്കാളിയുമായിട്ടുള്ള ഒരു പ്രശ്നം കാരണം ഒരു ഡിവോഴ്സ് സംഭവിച്ചു. പലപ്പോഴും അടുത്ത് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയും ഏകദേശം സമാന സ്വഭാവങ്ങളുള്ള ആളായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ബ്രേക്കപ്പുകൾ സംഭവിക്കുമ്പോഴും അടുത്ത ആളിലേക്ക് പോകുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. അതുപോലെ തന്നെ എത്രയൊക്കെ ശ്രമിച്ചാലും ചില പ്രത്യേക സാഹചര്യങ്ങളിലെത്തുന്ന സമയത്ത് നമുക്ക് അകാരണമായിട്ടുള്ള ഭയമോ ദേഷ്യമോ ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ മാത്രമാണ് എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളികളെ വരെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലെ ചില അദൃശ്യ ശക്തികളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന ഈ വിധത്തിലുള്ള രഹസ്യങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെയെല്ലാം നമുക്ക് മാറ്റി എഴുതാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നിങ്ങളുടെ മാനസികവും ആത്മീയവുമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിധത്തിൽ ഇത്തരം ധാരാളം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ, ട്രോമകൾ, ഇതെല്ലാം കാലക്രമേണ മറന്നു പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? പക്ഷേ മനഃശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദ ബോഡി കീപ്സ് ദ സ്കോർ. അതായത് നമ്മുടെ ശരീരം ഒന്നും മറക്കുന്നില്ല എന്നാണ്. നമ്മൾ സാധാരണ കരുതുന്നത് മനസ്സാണ് മറക്കുന്നത് എന്നുള്ളതല്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് ശരീരം ഒന്നും മറക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് വർഷങ്ങൾക്ക് മുൻപ് നടന്നിരിക്കുന്ന ട്രമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ ബോധമനസ്സും ഒരുപക്ഷെ ഉപബോധ മനസ്സും മറന്നാലും അത് നിങ്ങളുടെ നാഡീവ്യൂഹത്തിൽ, നെർവസ് സിസ്റ്റത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ഒരു വിധത്തിലുമുള്ള അപകടമില്ലാത്ത ഒരു സ്ഥലത്താണ് എങ്കിൽ പോലും നിങ്ങളുടെ ശരീരം പെട്ടെന്ന് അതിനോട് പ്രതികരിക്കും. നെഞ്ചിടിപ്പ് കൂടും, ചിലപ്പോൾ വിയർക്കും, അല്ലെങ്കിൽ അകാരണമായിട്ട് ദേഷ്യം വരും, അല്ലേ? ഇതിനെല്ലാം കാരണം ഈ പഴയ ഓർമ്മകൾ ശരീരം സൂക്ഷിച്ചു വയ്ക്കുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ഇത് ഒരു അലാം സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചില പ്രത്യേക വ്യക്തികളെ കാണുമ്പോഴോ, അല്ലെങ്കിൽ ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കുമ്പോഴോ, ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ ഒക്കെ പെട്ടെന്ന് വല്ലാത്തൊരു ഭയമോ ഉത്കണ്ഠയോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ അതെന്താണ് എന്ന് വളരെ ചുരുക്കി വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജനനത്തിന് മുൻപ് തന്നെ, അതായത് ഗർഭാവസ്ഥയിൽ തന്നെ തുടങ്ങുന്നുണ്ട്. ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഒരു അമ്മ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ഭയവും സ്ട്രെസ് ഹോർമോണുകളിലൂടെ ഈ കുഞ്ഞിലേക്കും എത്തും. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്ന നമ്മുടെ മാതാപിതാക്കളുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും. ഇവിടെ സംഭവിക്കുന്ന വേറൊരു വലിയ പ്രശ്നമാണ് പഠിച്ചെടുക്കുന്ന നിസ്സഹായത, ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും. ഒരു ചെറിയ ആനക്കുട്ടിയെ വലിയൊരു മരത്തിൽ ബന്ധിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ ചങ്ങല ഉപയോഗിച്ചിട്ട്. എത്ര കുതറിയിട്ടുണ്ടെങ്കിലും ഈ ചങ്ങലയിൽ നിന്ന് ഈ ആനക്കുട്ടിക്ക് ഊരിപ്പോകാൻ കഴിയില്ല. പക്ഷേ ഈ ആന വലുതാകുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കയറുകൊണ്ട് കെട്ടിയാൽ പോലും അത് പൊട്ടിച്ച് മാറിപ്പോകാൻ, അല്ലെങ്കിൽ പൊട്ടിച്ച് സ്വതന്ത്രമാകാൻ ഈ ആന ശ്രമിക്കില്ല. കാരണം എനിക്ക് അത് കഴിയില്ല എന്ന് അത് ഇതിനോടകം പഠിച്ചു വെച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ വിശ്വസിച്ച് കഴിഞ്ഞു. മനുഷ്യരും ഇതുപോലെ തന്നെയാണ്. നിരന്തരം പരാജയങ്ങളോ തിരിച്ചടികളോ ഒക്കെ നേരിടുന്ന സമയത്ത് ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്ന് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ വിശ്വസിപ്പിക്കും.
നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്നെ വേദനിപ്പിക്കുന്ന ആളുകളെ തന്നെ സ്നേഹിക്കുന്നത് എന്ന്? ഇതിന് മനഃശാസ്ത്രം തരുന്ന ഒരു ഉത്തരമുണ്ട്. സെലക്റ്റീവ് ഫെമിലാരിറ്റി, അതായത് തിരഞ്ഞെടുത്ത പരിചയം. അതായത് കുട്ടിക്കാലത്ത് സ്നേഹം കിട്ടാതെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രം കേട്ട് വളർന്ന ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിന് ആ വേദന വളരെ പരിചിതമാണ്, അല്ലേ? അപ്പോൾ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം പരിചിതമായതെല്ലാം സുരക്ഷിതമാണ് എന്നാണ് അത് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളർന്ന് വലുതാകുന്ന സമയത്ത് തികച്ചും സമാധാനപരമായിട്ടുള്ള ഒരു ബന്ധം ലഭിച്ചാൽ പോലും ഈ വിധത്തിലുള്ള വ്യക്തികൾക്ക് അവിടെയും ഒരു അരക്ഷിതാവസ്ഥ തോന്നും, വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ തോന്നും. പകരം കുട്ടിക്കാലത്തെ അതേ വേദന തരുന്ന വിധത്തിലുള്ള ഒരു പങ്കാളി അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു വ്യക്തിയെയോ സാഹചര്യത്തെയോ ഒക്കെ ലഭിക്കുമ്പോൾ അത് മോശമാണ് എന്ന് മനസ്സിന് അറിയാമെങ്കിൽ പോലും ഉപബോധ മനസ്സ് അതിലേക്ക് ആകർഷിക്കപ്പെടും. അപരിചിതമായിട്ടുള്ള സന്തോഷത്തേക്കാൾ നല്ലത് പരിചിതമായിട്ടുള്ള ദുരിതമാണ് എന്ന് കരുതി അത് ഈ ദുരിതത്തെ തന്നെ തിരഞ്ഞെടുക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അമിതമായിട്ട് ചിന്തിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയം മാറ്റാനും അതുപോലെ കാര്യങ്ങളെല്ലാം അവനവൻ്റെ സ്വന്തം നിയന്ത്രണത്തിലാണ് എന്ന് വരുത്തി തീർക്കാനും വേണ്ടി തലച്ചോറ് നടത്തുന്ന ഒരു പ്രതിരോധത്തിൻ്റെ ശ്രമം മാത്രമാണ്. ഇത് വലിയ മാനസിക തളർച്ചയിലേക്ക് പലപ്പോഴും വ്യക്തികളെ നയിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കടുത്ത വിഷാദ രോഗം അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത ഒക്കെ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് മരുന്നുകൾ എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും ഈ ഉപബോധ മനസ്സിൻ്റെ പ്രോഗ്രാമിങ്ങിനെയൊക്കെ മാറ്റിയെടുക്കാൻ മരുന്നുകൾക്കും പലപ്പോഴും ചില പരിമിതികളൊക്കെ ഉണ്ട്. അവിടെയാണ് കൗൺസിലിംഗ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് CBT അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി പോലെയുള്ളതിൻ്റെയൊക്കെ പ്രാധാന്യം വരുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ആ ആനക്കുട്ടിയുടെ ചങ്ങലകൾ പൊട്ടിക്കാൻ ഒരുപക്ഷെ ഒരു തെറാപ്പിസ്റ്റിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. സ്ഥിരമായിട്ട് മോശം ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്ന അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെ ഓർത്ത് എപ്പോഴും സങ്കടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കിടയിലോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്വന്തം മനസ്സിനെ അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളെയും പരിമിതികളെയും ഒക്കെ തിരിച്ചറിയാൻ ഒരുപക്ഷെ ഇത് അവരെ സഹായിച്ചേക്കും. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മുൻകാല അനുഭവങ്ങളും ഉപബോധ മനസ്സുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആ മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്. ഈ അദൃശ്യമായിട്ടുള്ള തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവയെ മാറ്റി എഴുതാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ തന്നെ കൈകളിൽ തിരികെ കൊണ്ടുവരാനും നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ തന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഉപബോധ മനസ്സിനെക്കുറിച്ചോ അതുപോലെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചോ ഒക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ താഴെ കമൻ്റായിട്ട് ഒന്ന് എഴുതി ചേർക്കൂ. കഴിയുന്നത് പോലെ അതാത് വിഷയങ്ങളിൽ നമുക്ക് വീഡിയോകൾ ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ മികച്ച അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.